ബസ് സ്റ്റോപ്പിൽ സുജിത് ചന്ദ്രനാണ് എത്തുന്നത്. ഗുഡ് മോർണിംഗ് സുജിത്ത്, എന്തെല്ലാമാണ് ഇന്നത്തെ പത്രവിശേഷം? ഗുഡ് മോർണിംഗ് ഹർഷൻ. ഈ പറഞ്ഞ പോലെ പ്രളയ വാർത്തകൾ തന്നെയാണ് വലിയൊരു പങ്ക് പത്രത്തിൻ്റെ ഇന്ന് വന്നിട്ടുള്ളത്. ഒപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള ഇന്നലത്തെ ഉദയനിധിയുടെ അറസ്റ്റ്, അതേപോലെ CP ജോണിനും മന്ത്രി K മുരളീധരനും പറ്റിയ നാക്കുപിഴകൾ, ഇതൊക്കെയാണ് ഇന്ന് പത്രത്തിൻ്റെ പ്രധാന പേജുകൾ പങ്കിട്ടെടുത്തിരിക്കുന്നത്. ഈ മലയാള മനോരമയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒന്നാമത്തെ തലക്കെട്ടായി തന്നെ ഉദയനിധിയെ വീട്ടിലെത്തി പിടികൂടി പോലീസ് എന്ന തമിഴ്നാട്ടിലെ ഇന്നലത്തെ രാഷ്ട്രീയ നാടകം വലിയ വാർത്തയാവുകയാണ്. തൃശയ്ക്കെതിരായ ദ്വയാർത്ഥ പ്രയോഗത്തിലാണ് അറസ്റ്റ് ഉണ്ടായതെന്ന് നമുക്കറിയാം. തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ചിത്രം മുൻപേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. കാവേരി നദീജല പ്രശ്നത്തിൽ DMK തഞ്ചാവൂരിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിലാണ് നടി തൃശയ്ക്കെതിരെ ഉദയനിധിയുമായി ബന്ധപ്പെടുത്തി ഒരു പരാമർശം നടത്തിയത്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തി അത് സ്ത്രീത്വത്തെ അപമാനിക്കലടക്കം 7 വകുപ്പുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ആ കേസിൽ ചുമത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇന്നലെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒട്ടേറെ പ്രസ്താവനകളും സംഭവങ്ങളും നാടകങ്ങളും ഒക്കെ ഉണ്ടായി. ഇന്നിപ്പോൾ സഭ കൂടാനിരിക്കുകയാണ്. സഭയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതെന്തൊക്കെയാണെന്ന് അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. കേരളത്തിലെ ഇന്നലത്തെ വലിയ വിവാദം CP ജോണിൻ്റെ ഒരു നാക്കുപിഴയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നൊരു ലൂസ് ടോക്ക് ആയിരുന്നു. മന്ത്രിമാരെ ഇതെന്ത് ബിഹേവിയർ എന്ന് ചോദിക്കുന്നു മനോരമ. ഒരു മന്ത്രി മാത്രമല്ല, CP ജോണിൻ്റെയും K മുരളീധരൻ്റെയും വാക്കുകൾ വിവാദമായത് പ്രധാന വാർത്ത. മുൻപേജിൽ കാരിക്കേച്ചറിനൊപ്പമാണ് മനോരമ നൽകിയിരിക്കുന്നത്. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ ഫീസ് കൊടുക്കേണ്ട സ്വകാര്യ സ്കൂളിലേക്ക് മക്കളെ വിടുന്നത് എങ്ങനെയാണ്? രോഗത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ പോയി കിടക്കും. അതിനൊരു മറുപടി മുരളീധരൻ പറയുന്നുണ്ട്, ഇപ്പോൾ ആരും വരാന്തയിൽ കിടക്കില്ല എന്നും മറ്റും. പക്ഷേ മുരളീധരൻ്റെ വിവാദമായത് ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഫലപ്രദമല്ലല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തെരച്ചിൽ നടക്കുന്നുണ്ട്, ബോഡി കിട്ടിയിട്ടില്ല. സാധാരണ നിങ്ങൾക്കറിയാം, കടലിൽ ഒക്കെ പോയാൽ ചിലപ്പോൾ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട്. ഈ ഒരു പ്രസ്താവനയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വിവാദമായ. അതിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകളൊക്കെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഒരു മര്യാദയില്ലാത്ത വർത്തമാനമായിരുന്നു ആ പറഞ്ഞത് എന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കൾ ഒക്കെയും പറയുന്നത്. 7-ാം പേജിലേക്ക് വന്നാൽ വിളിച്ച ടെൻഡർ റദ്ദാക്കി എന്നാണ്. 9 മാഞ്ഞു രക്ഷാകരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാജേഷിൻ്റെ മരണത്തെപ്പറ്റി ഒരു വാർത്ത ഉൾപേജിൽ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത മനോരമ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം നേമം കല്ലിയൂർ കിഴക്കേ തെക്കേയുള്ള രാജേഷ് ഭവനിൽ രാജേഷിൻ്റെ ഓർമ്മ ചെറുപുഴയുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. പുളിങ്ങോം മീന്തുണിയിൽ പുഴയ്ക്കും കർണാടക വനത്തിലുമിടയിലെ കൃഷിയിടത്തിൽ നിന്ന് ഒരു വയോധികനെ രക്ഷിച്ചു കൊണ്ടുവരുന്ന വഴിയിലായിരുന്നു അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടത്. ഏറ്റവും അവസാനം കയറിൽ പിടിച്ചു കിടക്കുകയായിരുന്നു അദ്ദേഹം. രക്ഷാപ്രവർത്തകർക്ക് പരിശീലനം അടക്കം നൽകുന്ന ചെറുപ്പക്കാരനായിരുന്നു. ഏതായാലും NCC കേഡറ്റുകൾക്കടക്കം ക്യാമ്പിൽ സാഹസിക പരിശീലനമൊക്കെ നൽകുന്നയാളായിരുന്നു. ഈ പ്രളയമുഖങ്ങളിലും ദുരന്തമുഖങ്ങളിലുമൊക്കെ വളരെ സജീവമായിരുന്ന അദ്ദേഹത്തെ കാണാതായി. ഇന്നലെ ഉച്ചതിരിഞ്ഞ് മൃതശരീരം കണ്ടെടുക്കുകയും ചെയ്തു. തിരുവനന്തപുരത്താണ് സംസ്കാരം. മൃതദേഹം അവിടെ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നും അല്പസമയത്തിനകം നമ്മൾ ആ വീട്ടിലെ വാർത്ത എത്തിക്കുന്നതായിരിക്കും. ആ ഒരു വലിയ സങ്കടത്തിൻ്റെ വാർത്ത മലയാള മനോരമ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നു. ഇനി മാതൃഭൂമിയിലേക്ക് വന്നാൽ പ്രിയദർശിനിയിൽ നാക്ക് പിഴച്ച ജോൺ എന്നുള്ളത് തന്നെയാണ് അവരുടെയും പ്രധാനപ്പെട്ട വാർത്ത. പ്രധാനപ്പെട്ട മുൻപേജിലെ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത. പ്രധാന വാർത്ത സിഗ്നൽ തെറ്റി 3-ാം പാത എന്ന് പറയുന്നത് നമുക്ക് 3-ാം പാത നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചൊരു വാർത്തയാണ്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ സർക്കാർ എത്തുന്ന സ്ത്രീകളുടെ സൗജന്യ പദ്ധതിയിൽ യാത്രക്കാരായി എത്തുന്ന സ്ത്രീകളുടെ എണ്ണ കൂടുതലിനെ കുറിച്ചുള്ള മന്ത്രി CP ജോണിൻ്റെ പരാമർശത്തിൽ വിവാദമായി. പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന വിശദീകരണവുമായി മന്ത്രി രംഗത്ത് വന്നെങ്കിലും സർക്കാരിൻ്റെ മാടമ്പിത്തരമാണ് പുറത്തായതെന്നാണ് CPM നേതാക്കളുടെ പ്രതികരണം. അതിൽ മന്ത്രിയുടെ വിശദീകരണം, മന്ത്രിയുടെ പരാമർശം എന്തായിരുന്നു, ഇതൊക്കെ അടക്കം ഒരു കാരിക്കേച്ചർ കാർട്ടൂൺ അടക്കമാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഉദയനിധിയെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച വാർത്തയും പ്രാധാന്യത്തോടെ തന്നെ മാതൃഭൂമി നൽകിയിരിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ ബന്ധപ്പെടുത്തി, നടിയെയും ബന്ധപ്പെടുത്തി, പേര് പറഞ്ഞിട്ടില്ല, ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഉദയനിധിയുടെ ഒരു ചിത്രവും അതോടൊപ്പം ഒരു ചെറിയ ചിത്രവും മാതൃഭൂമിയും നൽകിയിട്ടുണ്ട്. വിളിച്ച ടെൻഡർ റദ്ദാക്കി എന്നാണ് മറ്റൊരു ഉൾപേജ് വാർത്ത. ശബരിമലയിലെ നെയ്യ് ക്രമക്കേട് സംബന്ധിച്ചാണ് ആ വാർത്ത. അതായത് 2025-26 മണ്ഡലം മകരവിളക്ക് കാലത്തെ നെയ് വിതരണത്തിന് ഈ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ടെൻഡറിൽ പങ്കെടുക്കാത്ത മിൽമയ്ക്ക് കരാർ നൽകി എന്നാണ് ആ വാർത്ത. അത് മാതൃഭൂമി അവരുടെ ഒരു കണ്ടെത്തലായി ഒരു വാർത്ത ബ്രേക്കായി തന്നെ ഉൾപേജിലാണെങ്കിലും പുറത്തുവിടുന്നു. വിളിച്ച ടെൻഡർ റദ്ദാക്കി, പങ്കെടുക്കാത്ത മിൽമയ്ക്ക് കരാർ എന്നാണ് മാതൃഭൂമിയുടെ പുറകെ വരുന്ന ശബരിമല വിവാദ വാർത്തകൾ. ഏറ്റവും അവസാനം ഇപ്പോൾ ആടിയ നെയ്യ് ക്രമക്കേടാണല്ലോ.
ആടിയതും ആടാത്തതും ഒക്കെ ആയിട്ടുള്ള നെയ്യ് ക്രമക്കേടിലെ ഏറ്റവും പുതിയൊരു വിവരം മാതൃഭൂമി അങ്ങനെ തരുന്നു. ദേശാഭിമാനി സർക്കാർ വിമർശനം കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇന്ന്. കള്ളം കള്ളം സർവത്ര എന്നാണ് ദേശാഭിമാനി പറയുന്നത്. നിക്ഷേപകർ ആവിയായോ എന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്ററിൽ അദ്ദേഹം മുഖ്യമന്ത്രി നടത്തിയ യാത്ര നിക്ഷേപകരെ കാണാനാണ്. ആ നിക്ഷേപകർ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. വെള്ളിയാഴ്ച ആലുവ ദേശത്തെ വീട്ടിൽ നിന്നും മുഖ്യമന്ത്രി എങ്ങോട്ടും പോയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹം ഹെലികോപ്റ്ററിലെത്തുന്നു. അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ പോയി ഭാര്യാപിതാവിനെ സന്ദർശിക്കുന്നു. 20-25 മിനിറ്റ് അവിടെ ചെലവഴിക്കുന്നു. അതിനുശേഷം ദേശം വീട്ടിലേക്ക് വരുന്നു. ദേശം വീട്ടിൽ സന്ദർശകരെ പുറത്തു നിന്ന് അനുവദിക്കുന്നില്ല. മന്ത്രി എങ്ങോട്ടേക്കും പോയിട്ടില്ല. മാത്രമല്ല മന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പം പ്രധാന ഉദ്യോഗസ്ഥരോ വ്യവസായ മന്ത്രിയോ ആരുമില്ലായിരുന്നു താനും എന്നൊക്കെയുള്ളത് എണ്ണി പറയുകയാണ് ദേശാഭിമാനി. നിക്ഷേപകർ ആവിയായി പോയോ? ഏത് നിക്ഷേപകരെ കാണാനാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അന്ന് ഹെലികോപ്റ്ററിൽ അടിയന്തരമായി കൊച്ചിയിലേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു. ഹെലികോപ്റ്റർ വിവാദം കത്തിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് ദേശാഭിമാനി. പ്രിയദർശിനി യാത്രക്കാരെ മന്ത്രി നേരത്തെ 2 പത്രത്തിലും പ്രാധാന്യത്തോടെ കൊടുത്ത വാർത്ത തന്നെ വളരെ പ്രാധാന്യത്തോടെ ദേശാഭിമാനി ഈ ആദ്യ വാർത്തയ്ക്കൊപ്പം തന്നെ വീതിച്ച് നൽകിയിരിക്കുന്നു. സ്ത്രീകൾ പരമദരിദ്രരായി അഭിനയിക്കുന്നു എന്ന മന്ത്രി സി പി ജോണിൻ്റെ വാചകം തന്നെ ഒരു സിംഗിൾ കോട്ട്സിൽ തലക്കെട്ടായി കൊടുത്തിരിക്കുകയാണ്. ബസ്സിന് കാശില്ലാത്ത നേരത്തെ വായിച്ച ആ കൊട്ടേഷനൊക്കെ അതേപോലെ തന്നെയുണ്ട്. നീയൊക്കെ ദരിദ്രവാസിയാണോടെ എന്ന് ചോദിച്ചുകൊണ്ട് മന്ത്രി കണ്ടക്ടർ വേഷത്തിൽ KSRTC ബസ്സിൽ നിൽക്കുന്ന ഒരു കാരിക്കേച്ചറുണ്ട്. ബസ് ഓടിക്കുന്നത് വി.ഡി. സതീശനാണ്. അങ്ങനെ ഒരു കാർട്ടൂണും അതോടൊപ്പം ദേശാഭിമാനി നൽകിയിരിക്കുന്നു. സുപ്രഭാതത്തിൽ മുൻപേജ് വാർത്തയെ തന്നെ തമിഴ് നാടകമുണ്ട്. അതിൻ്റെ തലക്കെട്ട് തമിഴ് നാടകം എന്ന് തന്നെയാണ്. ക്രിയേറ്റീവായ തലക്കെട്ടാണ് സുപ്രഭാതം ഇട്ടിരിക്കുന്നത്. വിവാദ പരാമർശം പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ പിന്നാലെ ജാമ്യം. തമിഴ് നാടകം എന്ന ആ തലക്കെട്ടിൻ്റെ പ്രത്യേകത അത് പ്രാധാന്യത്തോടെ മുൻപേജിൽ 2 കളറിൽ ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാം പേജ് വാർത്തയായി തന്നെ മറ്റെല്ലാ വാർത്തകളും മാറ്റിവെച്ച് ഏറ്റവും വലിയ വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. സി പി ജോൺ വാർത്ത ഒപ്പമുണ്ട്, പ്രളയമുണ്ട്. അങ്ങനെ സുപ്രഭാതത്തിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ പക്ഷേ ഇന്ന് ധാർമ്മികത മറക്കുന്ന ഭരണകൂടങ്ങൾ എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ കർശനമായി എഡിറ്റോറിയൽ വിമർശിക്കുകയാണ്. നിയമവാഴ്ച ഉറപ്പാക്കേണ്ട സർക്കാർ തന്നെ നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും നോക്കുകുത്തിയാക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ കാവലായ കോടതികൾ ഇടപെടുന്നത് സ്വാഭാവിക ഔചിത്യം കൊണ്ട് മാത്രമാണ്. ഒരു ഉദ്യോഗസ്ഥനെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പദവിയിലിരുത്തുമ്പോൾ ശ്രീജിത്തിനെ DGP ഒക്കെ ഉയർത്താനുള്ള വി.ഡി. സതീശൻ സർക്കാരിൻ്റെ തീരുമാനത്തെയാണ് നഖശികാന്തം സുപ്രഭാതം എതിർക്കുന്നത്. പദവിയിലിരുത്തുമ്പോൾ പാലിക്കേണ്ട യോഗ്യതകളും നടപടിക്രമങ്ങളും നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിജിലൻസ് ക്ലിയറൻസ്. അതില്ലാതെയാണ് ഈ നടപടിയിലേക്ക് പോകുന്നത് എന്ന് പറയുന്നു DGP ശ്രീജിത്ത്. എതിർകക്ഷിയായ ഹർജിയിലെ ആരോപണത്തിൽ വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണം സംബന്ധിച്ച് കോടതി നേരത്തെ നിലപാട് പറഞ്ഞിരുന്നു എന്നൊക്കെ വസ്തുതാപരമായി അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഉയർന്ന വിവാദങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ നിരത്തുകയാണ് സുപ്രഭാതം. ഏറ്റവും അവസാനം തങ്ങളല്ലാതെ മറ്റാരെന്ന 2ാം പിണറായി സർക്കാരിൻ്റെ ഔദ്ധ്യത്യത്തിനെതിരെ രാഷ്ട്രീയ കേരളം നിലപാട് എടുത്തതിനാലാണ് സംസ്ഥാനത്ത് ഭരണമാറ്റം സാധ്യമായത്. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഇടതുമുന്നണിയുടെ ചരിത്ര തോൽവിക്ക് കാരണമെന്ന് CPM നേതൃത്വം തന്നെ തുറന്നു സമ്മതിക്കുന്ന കാര്യമാണ്. സമയത്താണ് 1/4 കൊല്ലം പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് വി.ഡി. സതീശൻ സർക്കാരും പിണറായി സർക്കാർ വെട്ടിത്തെളിച്ച വളഞ്ഞ വഴി തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്ന് വിമർശിക്കുന്നു സുപ്രഭാതം. സർക്കാരിനെതിരെ അതികഠിന വിമർശനം അഴിച്ചുവിടുകയാണ് സമസ്ത മുഖപത്രം. മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ ആഞ്ഞു പെയ്യുന്നു എന്നാണ് തലക്കെട്ട്. മുകളിൽ നിന്ന് താഴെ വരെ, അതായത് NDRF സംഘം ഒരു പ്രായമുള്ള സ്ത്രീയെ വീട്ടിൽ നിന്ന് മാറ്റുന്ന അടക്കമുള്ള ഇതാണ്. ഈ ഓൺലൈൻ എഡിഷനിൽ വരുന്ന പടവും പത്രത്തിലെ പടവും ഇന്നും വ്യത്യസ്തമുണ്ട്. ഇന്നലെ ഇതേപോലെ തന്നെയായിരുന്നു. ഇതിൽ മറ്റൊരു പടമാണ്. ഓൺലൈൻ എഡിഷനിൽ വേറൊരു പടമാണ്. പല ജില്ലാ എഡിഷനുകളായിരിക്കും. ആഞ്ഞു പെയ്യുന്നു എന്നും ഇതുവരെയുള്ള മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണവും ഒക്കെ അടക്കമാണ്. രാജേഷിൻ്റെ വാർത്തയും പ്രാധാന്യത്തോടെ തന്നെ മുൻപേജിലുണ്ട്. ഉദയനിധിയുടെ വാർത്തയുണ്ട്. ഒപ്പം സൈബർ തട്ടിപ്പുകൾക്ക് പൂട്ടിടാൻ സുപ്രീം കോടതി എന്ന മറ്റൊരു വാർത്തയും മുൻപേജിൽ തന്നെയുണ്ട്. അല്പം മുമ്പ് മെറ്റയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശരത്ത് പറഞ്ഞ വാർത്തയുമായിട്ടൊക്കെ ചേർത്ത് വയ്ക്കാവുന്ന വാർത്ത, നേരിട്ടതല്ലെങ്കിലും. വീക്ഷണത്തിലേക്ക് വന്നാൽ ഇതൊന്നുമല്ല. ഇന്നലത്തെ പോലെ തന്നെയാണ്. കരുതൽ കാരുണ്യം. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനമുണ്ട്. നാളെയുടെ വെളിച്ചമായി എന്ന് പറഞ്ഞ് ക്യാമ്പിൽ വി.ഡി. സതീശൻ ക്യാമ്പ് സന്ദർശിക്കുന്ന ചിത്രമുണ്ട്. വലിയ ക്യാമ്പുകൾ 2 ആക്കും.
പ്രളയബാധിതർക്ക് 10,000 രൂപ ധനസഹായം എന്ന് തുടങ്ങി. ചന്ദ്രിക പക്ഷേ മാറാതെ മഴപ്പേടി എന്ന് മുഴുവൻ കോളത്തിലും വീശി. മഴപ്പേടി തന്നെയാണ് എന്ന് ചന്ദ്രിക പറയുന്നു. പത്തനംതിട്ടയിലെ ക്യാമ്പിൽ ഇന്നലെ VD സതീശൻ മുഖ്യമന്ത്രി സന്ദർശിച്ച ചിത്രവും മുൻ പേജിൽ നൽകിയിട്ടുണ്ട്. ഇന്നലത്തെ ദേശാഭിമാനിയുടെ മുഖ്യവാർത്തയായിരുന്നു ആണ് ഇന്ന് കേരള കൗമുദിയുടെ പ്രധാന വാർത്ത. പ്രളയ മുന്നറിയിപ്പ് വേണ്ടെന്ന് വെച്ചു. അതായത് സംസ്ഥാന സർക്കാർ പ്രളയ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വേണ്ട എന്ന് വെച്ചു. അത്യാധുനിക എക്സ്ബാൻഡ് ഡോപ്ലർ അതായത് കേന്ദ്രം കൊടുത്ത വെതർ റിപ്പോർട്ട് മടക്കി വെച്ചു എന്നുള്ളതല്ല. അതായിരുന്നു ദേശാഭിമാനിയുടെ വാർത്ത. ഇത് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ 10 കോടി ചെലവിട്ട് സ്ഥാപിച്ച അത്യാധുനിക എക്സ്ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ സംവിധാനം കമ്മീഷൻ ചെയ്യാത്തത് ഇപ്പോൾ സംസ്ഥാനത്തിന് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകാൻ തിരിച്ചടിയാകുന്നു പറയുന്നു. അവസാനിപ്പിക്കുന്നു. ജനയുഗം ഒളിച്ചോട്ടം. പ്രതിഷേധം ഭയന്ന അമിത്ഷായും മോദിയും പാർലമെന്റിലേക്ക് വരാത്തതിനെക്കുറിച്ചാണ് ജനയുഗത്തിൻ്റെ വാർത്ത. മഴക്കെടുതി തുടരുന്നു. മരണം 25 എന്ന് എണ്ണിപ്പറയുന്നു ജന്മഭൂമി. ഹർഷൻ. സുജിത് ചന്ദ്രനാണ് പത്രവാർത്തകളുമായി എത്തിയത്.